തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന, ജയിക്കാനുള്ള സാധ്യത തുലവും തുച്ഛമായ, ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകാൻ സകലമാന യോഗ്യതയുമുള്ള മുൻ പോലീസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ അവരുടെ പ്രചരണ ബോർഡുകളിലും പോസ്റ്ററുകളിലും ചുവരെഴുത്തിലുമെല്ലാം IPS എന്ന് എഴുതി വയ്ക്കുന്നതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധമുയരുകയാണ്. വെറുതെ ഒരു പ്രതിഷേധമല്ല, നിയമപരമായി അത് തെറ്റാണ്, ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ IPS എന്ന് ആ IPS പദവിയിൽ ഇരുന്ന് റിട്ടയേർഡായ ഒരാൾ വെറുതെ എഴുതി വയ്ക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ജനാധിപത്യത്തിൽ ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നയാൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാട്ടിക്കൂട്ടരുത് എന്നുള്ളത് വ്യക്തമായി പറയുന്നതാണ്. ചുരുങ്ങിയ പക്ഷം IPS റിട്ടയേർഡ് എന്നെങ്കിലും അവർക്ക് വയ്ക്കാമായിരുന്നു. അങ്ങനെയും വയ്ക്കാൻ പാടില്ല എന്നാണ് ചട്ടം. നേരത്തെയൊക്കെ പല കോടതി വിധികളും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളും അങ്ങനെ IPS എന്നുള്ളത് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ വയ്ക്കരുത്. IPS എന്ന് മാത്രമല്ല IAS അത് വയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ റിട്ടയേർഡ് എന്ന് വെച്ച് മാന്യത കാണിക്കണം. ഇങ്ങനെ റിട്ടയേർഡ് എന്ന് വച്ചതിനെ തന്നെ നേരത്തെ കോടതികളിൽ ചോദ്യം ചെയ്യുകയും അങ്ങനെ വയ്ക്കാൻ പാടില്ല എന്നുള്ള നിലപാടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിട്ടയേർഡ് എന്ന് വച്ചതിനകത്ത് അപാകതയില്ല എന്നുള്ള ഒരു നിലപാട് കേരളത്തിലൊരു IAS ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റിട്ടയേർഡ് എന്നെങ്കിലും വയ്ക്കണ്ടേ? ഇതിപ്പോൾ ശ്രീലേഖയുടെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും ഒക്കെ കണ്ടാൽ ഒരിടത്തും അവർ റിട്ടയേർഡാണ് എന്ന് തോന്നില്ല, ഇപ്പോഴും IPS കാരിയാണ് എന്ന് തോന്നും. റിട്ടയേർഡ് DGP എന്ന് വേണമെങ്കിൽ വയ്ക്കാം. മുൻ DGP ആർ ശ്രീലേഖ എന്ന് ബോർഡിൽ വെച്ചോളൂ, ആർക്കും ഒരു കുഴപ്പവുമില്ല. ഈ IPS ഇല്ലെങ്കിൽ, ആ വാലില്ല എങ്കിൽ ആർ ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തി വട്ടപൂജ്യമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് BJP അതിനെ എൻകാഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നില്ലേ, DGP റാങ്കിൽ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥയല്ലേ? ഇങ്ങനെ നിയമലംഘനത്തിന് അവർ കൂട്ടുനിൽക്കുന്നത് ശരിയാണോ? നിയമലംഘനം ഇതൊന്നും മാത്രമല്ല കേട്ടോ. അവിടെ ആ ശാസ്തമംഗലത്ത് മുൻ DGPയുടെ ഈ ബോർഡുകളും ഫ്ലക്സുകളും വച്ചിരിക്കുന്നത് മുഴുവൻ റോഡിലൊക്കെയാണ്, ടെലിഫോൺ പോസ്റ്റുകളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലുമൊക്കെയാണ്. അതിലേക്കൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. അതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കിക്കൊള്ളട്ടെ. അല്ല, അത്തരത്തിൽ ഈ നടന്നു പോകുമ്പോൾ ഈ ബോർഡൊന്നും ഇങ്ങനെ വയ്ക്കാൻ പാടില്ല എന്ന് പറയേണ്ടുന്ന ഒരു നിയമപാലകയായിരുന്നയാൾ അവർ മത്സരിക്കുമ്പോൾ ഈ നിയമമൊന്നും ബാധകമല്ല എന്നുള്ളതാണ്. അവരുടെ പേരിനൊപ്പം ഈ വാല് ചേർക്കുന്നത് ആർക്കും ഭയമുണ്ടായിട്ടല്ല. പക്ഷേ കേരള കേഡറിൽ വളരെ സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു താനെന്ന് ഇങ്ങനെ പാടി നടക്കുന്ന ആർ ശ്രീലേഖ, BJPയുടെ ആചാര സംരക്ഷണത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ശ്രീലേഖ, RSSകാർ തൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്കാനായി ഗുണ്ടകളെ അയച്ചിട്ടുള്ളവരാണ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ള ശ്രീലേഖ, അവർ ഈ പദവിവാൽ നിയമപരമായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അത് കൃത്യമായി ആ യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്, സംശയമുള്ളവർക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ശ്രീജിത്ത് ഇങ്ങനെയാണ് എഴുതുന്നത്: തിരുവനന്തപുരത്ത് നിന്ന് കോർപ്പറേഷനിലേക്ക് ജനവിധി തേടുന്ന മുൻ DGP ആർ ശ്രീലേഖയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പറയട്ടെ, സിവിൽ സർവീസിൽ നിന്നും വിരമിച്ച ഒരു വ്യക്തി, അത് എത്ര ഉന്നത പോസ്റ്റിലായിരുന്നുവെങ്കിലും വിരമിക്കലിന് അല്ലെങ്കിൽ രാജിവെച്ചതിന് ശേഷം പേരിനോടൊപ്പം IAS അല്ലെങ്കിൽ IPS അല്ലെങ്കിൽ സർവീസ് യോഗ്യത ഉപയോഗിക്കുന്നതിന് സർവീസ് ചട്ടങ്ങൾ പ്രകാരം കൃത്യമായ വിലക്കും നിരോധനവുമുണ്ട്. അത്തരക്കാർ അവരുടെ ലെറ്റർ പാഡിൽ പോലും IAS റിട്ടയേർഡ് എന്ന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് കർണാടക അഡീഷണൽ ചീഫ് സെക്രട്ടറി MN വിദ്യാശങ്കർ കേസിൽ, അതായത് ലെറ്റർ പാഡിൽ IAS റിട്ടയേർഡ് ഉപയോഗിച്ച കേസിൽ കേന്ദ്ര സർക്കാരും ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയ്ക്ക് അവർ അവസാനം വഹിച്ച പദവിയോടൊപ്പം റിട്ടയേർഡ് എന്ന് ചേർത്ത് സംബോധന ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്നതിനോ അവകാശമുണ്ട്. ഉദാഹരണത്തിന് ആർ ശ്രീലേഖ IPS എന്നതിന് പകരം DGP റിട്ടയേർഡ് അഥവാ മുൻ DGP എന്ന് ഉപയോഗിക്കാം. എന്നാൽ ഇതിനെല്ലാം ഘടകവിരുദ്ധമായി ഇവിടെ ശ്രീലേഖയുടെ പോസ്റ്റിൽ ആർ ശ്രീലേഖ IPS എന്ന് മാത്രം എഴുതിയത്, റിട്ടയേർഡ് എന്ന് പോലും എഴുതാത്തത് ഗുരുതരമായ ചട്ടലംഘനം മാത്രമല്ല, ആൾമാറാട്ടവും തെറ്റിദ്ധാരണ പരത്തലും ക്രിമിനൽ കുറ്റവുമാണ്. IPC സെക്ഷൻ 170 പ്രകാരം ഒരാൾ തങ്ങൾക്കില്ലാത്ത ഒരു പൊതുപദവി വഹിക്കുന്നതായി നടിക്കുകയും ആ തെറ്റായ സ്ഥാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നത് മേൽ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ട കുറ്റകൃത്യമാണ്.
മുൻ കെയ്പ് ഡയറക്ടർ ഹേമേന്ദ്രക്കുറുപ്പ് സമാനമായ അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിൽ IAS അല്ലെങ്കിൽ IAS റിട്ടയർഡ് എന്ന് ഉപയോഗിച്ച കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റദ്ദാക്കിയെങ്കിലും ഇവിടെ റിട്ടയർഡ് എന്ന് പോലും വയ്ക്കാതെ പരസ്യമായ IPS ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണവും പോസ്റ്ററുകളും പ്രദർശിപ്പിച്ച് പ്രചരണം നടത്തുന്നത് കൃത്യമായ കുറ്റകൃത്യമാണ്. 2017 ഏപ്രിൽ 12 ആഭ്യന്തര മന്ത്രാലയം MHA OM നമ്പർ 7/11/2015 IPS വ്യക്തമാക്കുന്നത് ഇങ്ങനെ: വിരമിച്ച ഉദ്യോഗസ്ഥർ വിസിറ്റിംഗ് കാർഡുകളിലോ ലെറ്റർ ഹെഡുകളിലോ പൊതു ആശയവിനിമയങ്ങളിലോ IPS റിട്ടയർഡ് എന്ന പദവിയോ സമാനമായ വിശേഷണങ്ങളോ ഉപയോഗിക്കരുത്. 2016 IPS ശമ്പള നിയമങ്ങളും 1968 ഓൾ ഇന്ത്യ സർവീസ് നടപ്പ് നിയമങ്ങളും വിരമിച്ച ഉദ്യോഗസ്ഥരെ അവരുടെ പേരുകൾക്കൊപ്പം സർവീസ് പദവികളോ ചുരുക്കെഴുത്തുകളോ IPS IAS IFS പോലുള്ളവ ഉപയോഗിക്കുന്നത് വ്യക്തമായി വിലക്കുന്നു. ആ പദവികൾ അങ്ങനെ ഉപയോഗിച്ചാൽ, റിട്ടയർഡ് എന്ന് പോലും എഴുതാതെ ഉപയോഗിച്ചാൽ, അവർ ലാസ്റ്റിൽ വഹിച്ചിരുന്ന ആ പദവിയുടെ കൂടെ റിട്ടയർഡ് എന്ന് ചേർത്ത് ഉപയോഗിക്കാമെന്നുള്ളതല്ലാതെ അങ്ങനെ ഈ പദവികളെ ദുരുപയോഗം ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ചും വ്യക്തമായി തന്നെ ഈ ശ്രീജിത്ത് പെരുമന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് ശ്രീലേഖ മാഡം ഈ നാട്ടിൽ വച്ചിരിക്കുന്ന പോസ്റ്ററുകളിലൊക്കെ IPS എന്ന് എഴുതിയിരിക്കുന്നത് മാറ്റി ഫ്രണ്ടിൽ മുൻ DGP അല്ലെങ്കിൽ റിട്ടയേർഡ് DGP എന്നാക്കണം. ചുരുങ്ങിയ പക്ഷം IPS റിട്ടയേർഡ് എന്നെങ്കിലും ആ പോസ്റ്ററുകളിൽ ഒരു തുണ്ട് കടലാസിൽ വെട്ടിയെടുത്ത് കൊണ്ടുചെന്ന് ഒട്ടിക്കണം. വിശ്വാസ സംരക്ഷകന്മാർ എന്നു മേനി നടിച്ചു നടക്കുന്ന കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് വിശ്വാസ സംരക്ഷണം എന്ന വാക്കിനോട് ലേശമെങ്കിലും പ്രതിബദ്ധതയുണ്ടായിരുന്നെങ്കിൽ മുൻ DGP R ശ്രീലേഖയെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയാക്കില്ലായിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ മുഖമായ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ലോകം മുഴുവൻ ഖ്യാതി നേടിയ ആറ്റുകാൽ അമ്പലത്തെ ആൺകുട്ടികളുടെ ജയിലറ എന്നാണ് ഈ മഹതി മുമ്പ് DGP ആയിരുന്ന കാലയളവിൽ വിശേഷിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന കുത്തിയോട്ടം വ്രതം അത് അവസാനിപ്പിക്കണം, അത് ബാലപീഡനമാണ് എന്ന് പറഞ്ഞ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നയാൾ ആദ്യം അത് പറഞ്ഞു, അത് വിവാദമാകുന്നു. ദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നു. ഇവിടുത്തെ BJP-കാരടക്കമുള്ള ആളുകൾ ശ്രീലേഖയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. അതിനുശേഷം മാധ്യമങ്ങൾ സമീപിക്കുമ്പോഴും ശ്രീലേഖ പറയുന്നു, ഇല്ല, ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് പിന്നോട്ടില്ല, ആറ്റുകാലെന്ന് പറയുന്നത് ആൺകുട്ടികളുടെ ജയിലറയാണ്, അവിടെ കൊടിയ പീഡനമാണ് നടക്കുന്നത് എന്ന്. കുത്തിയോട്ടത്തിൻ്റെ പേരിൽ ആൺകുട്ടികളെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അവർക്ക് ശാരീരികമായി പോലും വേദനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അവിടെ നടക്കുന്നുണ്ട്. ഏതാചാരത്തിൻ്റെ പേരിലായാലും അത് പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ച ഒരാൾ. അവരിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്.